have your Bibles, please turn with me to Micah chapter 2 verse 7. മീക 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. Thank you. Please, Sister. Worth English to വായിച്ചാട്ടെ, please. Praise God. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ആമേൻ പ്രൈസ് ഗോഡ് ഈ വചനത്തെ സമർപ്പിക്കുന്നു. ആമേൻ പ്രൈസ് ഗോഡ് ഇതിനെ ആമേൻ വാഴ്ത്തി നൊറുക്കി ആമേൻ പ്രൈസ് ഗോഡ് ഇവിടെ ഇരിക്കുന്ന ഹൃദയങ്ങളിൽ നല്ല നിലത്ത് ആമേൻ വീണ വിത്തുക്കളായി ആമേൻ തിരുവാൻ തക്കവണ്ണം 30 അല്ല 60 അല്ല 100 മേനിയായി പലൻ കായ്ക്കുവാൻ വരും ദിവസങ്ങളിൽ ആമേൻ ദൈവസഭ ആമേൻ പ്രൈസ് കർത്താവിന് വരവിനായി ഒരുങ്ങുവാൻ തക്കവണ്ണം ആമേൻ ഈ വചനങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഈ വചനങ്ങളിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമേൻ കേൾക്കാൻ പോകുന്ന ഓരോ ഹൃദയങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമേൻ പ്രൈസ് ഗോഡ് ഓരോരുത്തരും ഡിസ്ട്രാക്ഷൻ ആകാതെ ആമേൻ പ്രൈസ് ഗോഡ് കേട്ട് അമേൻ ഈ വചനങ്ങളിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സമർപ്പിച്ച് കൊടുത്ത് അമേൻ ദൈവത്തിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം യാവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Amen. This verse attracted me. 7th verse. ദൈവം മുൻകോപിയോ എന്നുള്ള വാക്ക് ആമേൻ പ്രൈസ് ഗോഡ് തമിഴ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് ഞെരുക്കമായിട്ടുണ്ടോ, എന്നാവി കുറുകിപ്പോയോ. പ്രൈസ് ഗോഡ് എന്നുള്ള വാക്കാണ്. ആമേൻ പ്രൈസ് ഗോഡ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: is the spirit of the Lord straitened. ആമേൻ പ്രൈസ് ഗോഡ്. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവം ഒരു മുൻകോപിയാണോ? ആമേൻ പ്രൈസ് ഗോഡ്. ഈ വാക്കുകൾ എന്തോ ഒരു വാക്കാണ് അവർ സംസാരിച്ചത് ഇസ്രായേൽക്കകം. അതിന് അവർ പറഞ്ഞ വാക്ക് നമുക്ക് വായിക്കാം. 6-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം, 2-ാമത്തെ അധ്യായം അതിന് 6-ാമത്തെ വാക്യം വായിക്കാം. താങ്ക് യു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ ആമേൻ പ്രസംഗിക്കുമ്പോൾ, പ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ അവർ പ്രവാചകനോട് പറയുന്നു ഇവിടെ പ്രസംഗിക്കരുത്, ഈ വാക്ക് ഞങ്ങൾ കേൾക്കേണ്ട. കാരണം പ്രൈസ് ഗോഡ് ഞങ്ങളുടെ ആക്ഷേപങ്ങൾ ഒരിക്കലും തീരത്തില്ല. ആമേൻ പ്രൈസ് ഗോഡ്. ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ കേൾക്കുവാൻ ഇഷ്ടമല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ആമേൻ പ്രൈസ് ഗോഡ് അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 1-ാമത്തെ വാക്യത്തിൽ അവർ ആമേൻ പ്രൈസ് ഗോഡ് അവരുടെ ജീവിതശീലം എഴുതിയിട്ടുണ്ട്. അത് വായിക്കാം. 1-ാമത്തെ വാക്യം. ആമേൻ പ്രൈസ് ഗോഡ്. 4-ാമത്തെ വാക്യം കൂടെ വായിക്കാം. തിന്മ ചെയ്യുന്ന ഈ ജനത്തെ ഇസ്രായേൽ ഗൃഹത്തിനോട് ഒരു സഹതാപമായ ഒരു ഗാനം പാടുന്നു പ്രവാചകൻ. അവൻ പാടുന്ന പാട്ട് കഥ തീർന്നു. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആമേൻ ഒരു ന്യായവിധി വെളിപ്പെടാൻ പോകുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. ഇസ്രായേൽ ഗ്രഹത്തിനോട് എങ്ങനെ സംസാരിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. അവർ ഒരിക്കലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു എഹെസ്കേലിൽ ആമേൻ പ്രൈസ് ഗോഡ് പാപി നശിച്ചു പോകുന്ന മരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, ആ പാപി മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നതിൽ അത്ര എനിക്ക് സന്തോഷം. അതുകൊണ്ട് ആമേൻ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അത് കേൾക്കുന്ന ഹൃദയങ്ങളിൽ അത് കുത്തപ്പെട്ട് ആമേൻ അവരുടെ ഹൃദയങ്ങളിൽ മുറിവുണ്ടാക്കി ആമേൻ പ്രൈസ് ഗോഡ് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടാണ് ഒരു പ്രവാചകൻ അവരോട് പ്രവചിക്കുന്നത്. ആമേൻ പ്രവചിക്കുമ്പോൾ ജനക്കൂട്ടം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറയുന്നു, ഇങ്ങനെയുള്ള വാക്ക്
കേൾക്കണ്ട, പ്രവചിക്കണ്ട എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, ഇസ്രായേൽക്കകമേ, ആമേൻ, പ്രൈസ് ഗോഡ്, എന്തോ ഒരു വാക്കാണ് ഇത്, ഇതാണോ നിങ്ങളുടെ ഇടത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ അല്ലല്ലോ നിങ്ങളുടെ അപ്പൻ ഇസഹാക്ക് യാക്കോബിനെ എന്നോട് സംസാരിച്ചത്. ആമേൻ, പ്രൈസ് ഗോഡ്. യാബോക്കിൻ്റെ താഴ്വരയിൽ വെച്ച് രാത്രി ദിവസം മുഴുവനും അവൻ എന്നോട് പോരാടിയിട്ട് എന്നോട് പറഞ്ഞ്, അനുഗ്രഹിച്ചല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ പേര് മാറ്റി വ്യക്തിപരമായിട്ട് അവനെ സ്പർശിച്ചു, അവൻ്റെ കുടുംബത്തിൽ അവനെ അനുഗ്രഹിച്ചു, അവൻ്റെ ദേശമായിട്ട് മാറ്റി ഇന്ന് ഒരു ദേശമായി മാറിയപ്പോൾ അവൻ്റെ ഗ്രഹം എന്നോട് പറയുന്നു, ആമേൻ, പ്രൈസ് ഗോഡ്, എൻ്റെ വാക്കുകൾ കേൾക്കണ്ട പറയുമ്പോൾ എനിക്ക് മനസ്സ് ദുഃഖമുണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ മുൻകോപിയായിരുന്നു. ഞാൻ ഒരിക്കലും മുൻകോപിയല്ല. ആമേൻ, പ്രൈസ് ഗോഡ്. മിസ്രൈം ദേശത്ത്, ആമേൻ, പ്രൈസ് ഗോഡ്, അടിമത്തനത്ത് വീട്ടിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, വീട്ടിൽ ഒരു ഹല്ലേലൂയ കല്ലുകൾ പണിത്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹേ കൊടുക്കാതെ, ആമേൻ, പ്രൈസ് ഗോഡ്, ഗ്രാസ് കൊടുത്ത് ആ ഗ്രാസ് കത്തിച്ച് അതിൽ മുഖാന്തരം ശങ്കൽ ഉണ്ടാക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. അടിമത്തനത്ത് വീട്ടിലിരുന്ന് ആമേൻ, പ്രൈസ് ഗോഡ്, സ്വാതന്ത്ര്യം നൽകി ഞാൻ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവന്ന്, ആമേൻ, പ്രൈസ് ഗോഡ്, മരുഭൂമി യാത്ര ചെങ്കടൽ രണ്ടായി വഹിച്ച് നിങ്ങളെ നടത്തിക്കൊണ്ട് വന്ന് മരുഭൂമി യാത്രയിൽ നിങ്ങളെ കൊണ്ടുവന്ന് സീനായ് മലയിൽ വെച്ച് നിങ്ങൾക്ക് 10 കൽപ്പന കൊടുത്ത് 10, ആമേൻ, പ്രൈസ് ഗോഡ്, മുൻപിലും പിൻപിലും എൻ്റെ മേഘസ്തംഭങ്ങൾ നിങ്ങളെ വഴിനടത്തി പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ കൊണ്ടുവന്ന് വധിച്ച് നിങ്ങളെ വലുതാക്കി നിങ്ങൾ കുടുംബമാക്കിയപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യാം. ഹീഡനിസം എന്ന് പറയും ഇംഗ്ലീഷിൽ. ഹീഡനിസം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം, എൻ്റെ സമയം, എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ആമേൻ, പ്രൈസ് ഗോഡ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഹീഡനിസം എന്നുള്ള കൾട്ടിക്, ആമേൻ, പ്രൈസ് ഗോഡ്, ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. പാലം തേനും ദേശം കിട്ടി, ഇനി ദൈവം ഞങ്ങളെ മാറ്റാൻ പോകുന്നില്ല. ആമേൻ, പ്രൈസ് ഗോഡ്. അനുഗ്രഹത്തിന് പൂർണ്ണതയിലേക്ക് എത്തി ഞങ്ങൾ. ഇനി ഹല്ലേലൂയ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്തും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ 70 വർഷം അവരെ ഹല്ലേലൂയ ബാബിലോണിലേക്ക് വിട്ട്, ആമേൻ, പ്രൈസ് ഗോഡ്, ഇസ്രായേൽ, നോർത്തേൺ ഇസ്രായേലിലെ ക്യാപ്റ്റിവിറ്റി, അസീരിയൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക് വിട്ട്, ആമേൻ, പ്രൈസ് ഗോഡ്, അവിടെ പോയി അവർ എവിടെ പോയി എന്ന് അറിയത്തില്ല. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവോ? ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ബാബിലോണിൽ നിന്ന് യഹൂദന്മാർ മാത്രം ആമേൻ ഭൂമിയിലേക്ക് വരുവാനിടയായി. ആമേൻ, എന്നാൽ ദൈവം പറയുന്നു, ആമേൻ, പ്രൈസ് ഗോഡ്, ഇസ്രായേൽ ഗഹമേ, ആമേൻ, പ്രൈസ് ഗോഡ്, എന്തോ ഒരു വാക്കാണിത്. ആമേൻ, എൻ്റെ ആത്മാവ് കുറുകിപ്പോയോ? ആമേൻ, പ്രൈസ് ഗോഡ്, എൻ്റെ ആത്മാവ് ഞെരുക്കമായോ? ആമേൻ, എൻ്റെ പ്രവർത്തികൾ ഇത്രയേ ഉള്ളൂ, ഞാൻ മുൻകോപിയോ അല്ല എന്ന് ഞാൻ കാണിക്കാം. ദൈവം മുൻകോപിയല്ല, ദൈവം സ്നേഹവാനാണ്, ദൈവം സർവാംഗ സുന്ദരനാണ്, ദൈവം ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, താഴ്മയും എളിമയും ഉള്ളവനാണ്. ഞങ്ങളെ ഹൃദയങ്ങളെ അവൻ്റെ സ്നേഹം കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ആമേൻ. ദൈവം, ആമേൻ, ഇത്രയും അവർ ചെയ്തിട്ട് ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്? ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 12-13 വാക്യങ്ങളിൽ ആമേൻ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ മുൻകോപി അല്ല. ആമേൻ, പ്രൈസ് ഗോഡ്. എൻ്റെ പ്രവർത്തികൾ ഇത്രയേ ഉള്ളൂ അല്ല എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു, ഞാൻ തെളിയിക്കാൻ പോകുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. ഇസ്രായേലിൽ തന്നെ, ആമേൻ, പ്രൈസ് ഗോഡ്, മത്സരിക്കുന്ന ബുദ്ധി ഉള്ളവർ ഇടയിൽ തന്നെ എനിക്ക് വേണ്ടിയുള്ള ശേഷിപ്പുകളെ ഞാൻ ശേഖരിക്കാൻ പോകുന്നു. ആമേൻ, അവരെ ചേർത്ത് അവരെ പണിയാൻ പോകുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. അവർ ഹല്ലേലൂയ, അവർ ആൾപ്പെരുപ്പത്തിന് കാരണം, ആമേൻ, അവരുടെ മുഴക്കമുണ്ടാകും. ആമേൻ, പ്രൈസ് ഗോഡ്. അവരെല്ലാവരും ആർത്ത് പാടി എന്നെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കും. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ഇസ്രായേലിൽ ഒരു റെമനന്റ് ഉണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് വായിക്കാം നമുക്ക്. ആമേൻ, പ്രൈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം.
ആമേൻ പ്രൈസ് കർത്താവായ യേശു ക്രിസ്തുവിൻ രണ്ടാമത്തെ വരവിന് മുൻപ് അവൻ രാജാതി രാജാവായി ആമേൻ പ്രൈസ് ഗോഡ് അവൻ കർത്താവായി യെരുശലേമിൽ വന്ന് വാഴുന്നതിന് മുൻപ് ആമേൻ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സായിട്ട് മഹാദേശത്തെ മൂന്നായിട്ട് വയ്ക്കാൻ പോകുന്നു. അതിൽ ഒരു പാർട്ട് മാത്രം ശേഷിച്ചിരിക്കും. അവർ 1,44,000 പേർ യൂതന്മാർ 12 ഗോത്രത്തിൽ ആമേൻ പ്രൈസ് ഗോഡ് എനിക്ക് വേണ്ടി ഒരു ശേഷിപ്പ് ഉണ്ടാകും. അവർക്ക് പോപ്പുലേഷൻ ഉണ്ടാകും. ആ പോപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 1000 വർഷ അസാക്ഷിയിൽ ആമേൻ പ്രൈസ് ഗോഡ് ഒരു ആൾ മന്തയിൽ ആമേൻ പ്രൈസ് ഗോഡ് മന്ത പെരുകുന്ന പോലെ ആമേൻ പ്രൈസ് ഗോഡ് ഒരു ആൾ പെരുക്ക് തന്നെ ഉണ്ടാക്കാൻ പോകുന്നു. എന്നാൽ ദൈവസഭയ്ക്ക് ദൈവം പറയുന്ന ആത്മാവിൽ ഇതിനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം ആമേൻ പ്രൈസ് ഗോഡ് അവർക്ക് അത് സംഭവിക്കുന്നതിന് മുൻപ് അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുന്നതിന് മുൻപ് ആമേൻ ദൈവസഭയിൽ ആ സ്വർലോകത്തിൽ സംഭവിക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു ആൾപ്പെരുപ്പത്തെ ആമേൻ പ്രൈസ് ഗോഡ് ദൈവസഭയിൽ കൊണ്ടുവരാൻ പോകുന്നു. ആമേൻ പുതിയ ആത്മാക്കൾ പുതിയ കുടുംബങ്ങൾ ആമേൻ സഭയിൽ ചേർക്കപ്പെടാൻ പോകുന്നു. ആമേൻ പ്രൈസ് ഗോഡ് കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ന്യൂ ഡയമെൻഷനിലേക്ക് പോകുവാൻ ദൈവം നമുക്ക് സഹായിക്കായി പോകുന്നതാണ്. ആമേൻ പ്രൈസ് ഗോഡ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും എല്ലാം ആമേൻ പ്രൈസ് ഗോഡ് ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു ദിവസങ്ങളായിരിക്കും. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിൽ ഒരു റിവൈവൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആമേൻ തീർച്ചയായിട്ടും ഒരു റിവൈവൽ ഉണ്ട്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുൻപിൽ പോകുന്നു, തകർക്കുന്നത് നമ്മുടെ മുൻപിൽ പോകുന്നു. അതുകൊണ്ട് ആമേൻ പ്രൈസ് ഗോഡ് ഒരു ഹല്ലേലൂയ വലിയ റിവൈവൽ ആമേൻ സംഭവിക്കാൻ പോകുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. വചനം 12-13 ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മിലനിയത്തെക്കുറിച്ചുള്ള വചനമാണ്. 1000 വർഷ വാഴ്ചയെക്കുറിച്ചുള്ള വചനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ദൈവസഭ ആമേൻ പ്രൈസ് ഗോഡ് അതിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. അതിനെ പരിശുദ്ധാത്മാവ് നിവർത്തിക്കുവാൻ ശക്തനാണെന്ന് വിശ്വസിക്കണം. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത് ചെയ്യാൻ പോകുന്നു. എന്നാൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് ആത്മാവ് നമ്മുടെ മുഖാന്തരം ആമേൻ പ്രൈസ് ഗോഡ് ഇതിൻ്റെ സഭയിൽ ഈ അനുഗ്രഹത്തെ നമ്മൾ വ്യക്തിപരമായി കാണാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. Glory be to God. Amen. Praise God. പുറയിലിരിക്കുന്ന സഹോദരന്മാർ ആമേൻ ഫ്രണ്ടിൽ വന്നിരിക്കുവാൻ സമയമായി. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ ബൈബിൾ കൊണ്ടുവരാത്തവർ എല്ലാവരും ബൈബിൾ കൊണ്ടുവരാൻ സമയമായി. ആമേൻ പ്രൈസ് ഗോഡ്. ബൈബിൾ വായിക്കാത്തവർ എല്ലാവരും ബൈബിൾ വായിക്കുവാൻ പോകുന്നതായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാട്ട് പാടാത്തവർ പാട്ട് പാടുന്ന കൊയറിൽ ചേരാൻ പോകുന്നതായി സ്തുതിക്കുന്നു. എക്സോർട്ടേഷൻ ചെയ്യാത്തവർ അറിയാത്തവർ പോലും ഫ്രണ്ടിൽ വന്ന് പ്രസംഗിക്കാൻ പോകുന്ന സമയമായി. എന്നാൽ ഇത് സൈന്യത്താലും അല്ല, ഇത് ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവത്രേ. ഹല്ലേലൂയ. ഇസ്രായേൽ ഗ്രഹത്തിനോട് ദൈവം പറയുന്നു, ഞാൻ മുൻകോപിയോ അല്ല, ഞാൻ മുൻകോപിയല്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ അതിനെ കാണിച്ചു തരാൻ പോവുകയാണ്. ആമേൻ പ്രൈസ് ഗോഡ്. എന്നാൽ ഇവർ ഈ ബുദ്ധി ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവോട് എതിരായിട്ട് അവർ ചെയ്യുന്ന ഈ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയതല്ല. അവരുടെ പിതാക്കന്മാർ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ചെയ്ത കാര്യമാണ്. അവർക്ക് പിതാവിനെ ഇഷ്ടമാണ്, പുത്രനായ യേശുവിനെയും അവർ സ്വീകരിപ്പാൻ റെഡിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് അവർക്ക് മത്സര ബുദ്ധിയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ വെറുക്കുവാൻ അവർ ആമേൻ മാറ്റി നിർത്തുവാൻ അവർക്ക് സമയമായി അവർ ചെയ്തു വന്നു. ആമേൻ പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം അതിന് 51-ാമത്തെ വാക്യം വെച്ച് ബാക്കി വാക്യം. Acts chapter 7 verse 51. ആമേൻ പ്രൈസ് ഗോഡ്. പിതാക്കന്മാരെ പോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും വാദിക്കത്തില്ല എന്ന് ഉൽപ്പത്തി 6-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് വാദിക്കുവാൻ കാരണമായി നിത്യജീവൻ നഷ്ടപ്പെട്ട് വെളിയെ വന്ന് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മരിക്കാൻ പോകുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. മരിക്കുമ്പോൾ നിങ്ങൾ പാപികളായി മരിക്കരുത്, നിങ്ങൾ വിശുദ്ധരായി മരിക്കുക. നിങ്ങൾക്കൊരു പുണ്യത്താണ് ഉണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. ഇത് ചെയ്യരുത്, ഇത് ചിന്തിക്കരുത്, ഇത് കാണരുത്, ഇത് സംസാരിക്കരുത്, ഇവിടെ പോകരുത്, ഇത് തുടരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദിവസം പ്രതി അവരോട് വാദിക്കുമായിരുന്നു. എന്നാൽ മത്സര ബുദ്ധി കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എതിരായി അവർ പ്രവർത്തിച്ചപ്പോൾ പിതാവ് യേശുക്രിസ്തുവും പറഞ്ഞു, പരിശുദ്ധാത്മാവേ ആമേൻ പ്രൈസ് ഗോഡ് തിരിച്ചു മടങ്ങി വന്നേക്ക്, ആമേൻ പ്രൈസ് ഗോഡ് ലോകം മുഴുവനെയും നശിപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആമേൻ പ്രത്യാശ നഷ്ടപ്പെട്ട് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയാതിരിക്കുമ്പോൾ ഒരേ ഒരു വ്യക്തി സ്വർഗത്തെ മാത്രം നോക്കി
നോക്കിയപ്പോൾ കൃപ ലഭിച്ചു. അവൻ്റെ പേരാണ് നോവ. അവനോട് ദൈവം ഉടമ്പടി ചെയ്ത് ആമേൻ പ്രൈസ് ഗോഡ് സ്വർഗ്ഗത്തിൽ നോക്കിയത് കൊണ്ട് ഞാൻ നിന്റെ കൃപ നൽകാം എന്ന് പറഞ്ഞ് ആമേൻ പ്രൈസ് ഗോഡ് അവൻ മുഖാന്തരം ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ ആമേൻ സന്തതിയിൽ വന്ന ആമേൻ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം ആമേൻ പ്രൈസ് ഗോഡ് എന്ത് ചെയ്യുന്നുവെന്ന് അറിയാതെ ദൈവത്തെ സ്വർഗത്തെ മാത്രം നോക്കിയ മോശയോട് ദൈവം ഉടമ്പടി ചെയ്ത് അവനെ കർത്താവ് മാനിക്കൊണ്ടേയായി. അതിനുശേഷം ആമേൻ പ്രൈസ് ഗോഡ് ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തു. അവൻ എവിടെയും നോക്കിയില്ല, അവൻ സ്വർഗത്തിൽ ദൈവത്തെ മാത്രം നോക്കി. അവൻ ശത്രുക്കൾ അവനെതിരായി വന്നപ്പോൾ അവൻ ഹല്ലേലൂയ ദൈവത്തെ നോക്കുവാനിടയായി. അവൻ ദൈവം അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ യുദ്ധങ്ങൾ മുഴുവൻ ചെയ്യുവാനിടയായി. ആമേൻ പ്രൈസ് ഗോഡ് അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒത്ത മനുഷ്യനായിരുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. അതിനുശേഷം ആമേൻ പ്രൈസ് ഗോഡ് യേശു ക്രിസ്തു പിതാവിൻ്റെ മുഖത്തെ നോക്കുവാൻ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തെ നോക്കുവാൻ ദൈവത്തിൻ്റെ സഭയാകെ ആമേൻ പ്രൈസ് ഗോഡ് ആമേൻ നിങ്ങളെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തിരുന്നു. ആമേൻ ഈ നാളുകളിൽ ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിന് യേശു ക്രിസ്തുവിൽ മാത്രം നമ്മുടെ കണ്ണുകൾ പതിച്ചുകൊണ്ട് ആമേൻ പ്രൈസ് ഗോഡ് ഹാൽ വിശ്വാസ നായകനും അതിന് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതായ യേശു ക്രിസ്തുവിൻ നോക്കുവിൻ. ആമേൻ പ്രൈസ് ഗോഡ് ആമേൻ അവകിൽ നിന്ന് പ്രത്യാശ വരുന്നു. ആമേൻ പ്രൈസ് ഗോഡ് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയോട് ദൈവസഭയോട് കർത്താവ് പറയുന്നു ആമേൻ പ്രൈസ് ഗോഡ് എൻ്റെ മുഖത്തെ മാത്രം നോക്കുവിൻ. മനുഷ്യരെ നോക്കിയാൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രത്യക്ഷ ആമേൻ നഷ്ടപ്പെട്ടു പോവും. ആമേൻ വിശ്വാസം നഷ്ടപ്പെട്ടു പോവും. എൻ്റെ മുഖത്തെ മാത്രം നോക്കി ആമേൻ മുന്നേറി ചെല്ലുക. ആമേൻ പ്രൈസ് ഗോഡ് യേശു ക്രിസ്തുവിൽ മാത്രം. ഇന്ന് ആമേൻ പ്രൈസ് ഗോഡ് രാവിലെ ഡാൽട്ടൺ ചേർച്ചിലെ 6 വയസ്സുള്ള ഒരു കുഞ്ഞ് ആമേൻ പ്രൈസ് ഗോഡ് കണ്ണുകളടിച്ച് ആരാധിക്കുന്ന കാണുമ്പോൾ വലിയവർ പോലും അതുപോലെ ആരാധിക്കുന്നില്ല. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു ഇതുപോലെ ഉള്ള ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വിശ്വാസികൾ എത്ര പേരുണ്ട് ആമേൻ പ്രൈസ് ഗോഡ് നമ്മുടെ സഭയിൽ. ആമേൻ പ്രൈസ് ഗോഡ് അവരാണ് സ്വർഗ്ഗത്തിന് അവകാശികൾ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി ദുഃഖിക്കുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. ആരാധന നടക്കുമ്പോൾ കണ്ണടച്ച് ആമേൻ പ്രൈസ് ഗോഡ് ആരാധിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 63-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. ദൈവം മനുഷ്യരോട് അനുകരിച്ച ആ കരങ്ങളോട് ആ വ്യക്തികളോട് തന്നെ ആമേൻ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ശത്രുക്കളായി മാറണമെങ്കിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എത്ര മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് പ്രാധാന്യം വഹിക്കുന്നു നമ്മുടെ ലൈഫിൽ. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനേക്കാൾ ആമേൻ പ്രൈസ് ഗോഡ് സഹതാപമായ ഒരു വിഷയം വേറെ ഒന്നുമില്ല. ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറി. ആര്? ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവം ഉടമ്പടി ചെയ്ത ജനം, ആമേൻ ദൈവം തിരഞ്ഞെടുത്ത ജനം. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവം പേര് വിളിച്ച് ആമേൻ പ്രൈസ് ഗോഡ് ചേർത്ത് അണച്ച് കൂട്ടി അവരുടെ യുദ്ധങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇസ്രായേൽ രകം അവർക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് മാറി. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ആത്മാവിനെ അവർ എതിർത്തതുകൊണ്ട്. അപ്പോൾ ഇഫ് എനിവൺ is an enemy with the Holy Spirit, ആമേൻ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ടോ ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവ് ഉച്ചരിക്കാൻ ആമേൻ ശക്തി നൽകുമ്പോൾ ആമേൻ പ്രൈസ് ഗോഡ് വായകൾ സംസാരത്തെ ഉയർത്തി ആമേൻ പ്രൈസ് ഗോഡ് നാവിൻ്റെ കട്ടുകളെല്ലാം പൊടിയട്ടെ യേശുവിൻ നാമത്തിൽ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറയുവാൻ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരുങ്ങാം. ആമേൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാം. കാരണം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ ധാരാളമായി നമ്മുടെ മധ്യേ പകർന്നിട്ടുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. റോമർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ദൈവം മുൻകോപിയാണോ? വായിക്കാം. ആമേൻ പ്രൈസ് ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്. നമ്മുടെ ഹൃദയങ്ങളിൽ എല്ലാ റൂംസ് എല്ലാ ചേംബേഴ്സിലും ദൈവ സ്നേഹം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് പകർന്നിട്ടുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. എത്രമാത്രം എങ്ങനെയാണ് ചോദിച്ചാൽ ആമേൻ ഈട്ടിയെ കുത്തിയ സമയത്ത് ആമേൻ ഉടൻ തന്നെ രക്തവും വെള്ളവും വന്നു. ആമേൻ പ്രൈസ് ഗോഡ്. അതിന് അർത്ഥം രക്തം എന്നാൽ ക്ഷമ. ആമേൻ പ്രൈസ് ഗോഡ്. വെള്ളം എന്നാൽ സ്നേഹം. നമ്മുടെ ഹൃദയം ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും നിറഞ്ഞു നിൽക്കണം. ആമേൻ പരിശുദ്ധ ആത്മാവിൻ്റെ ഹൃദയമാണത്.
ആമേൻ. ഈ ഭൂമിയിൽ ആമേൻ പ്രൈസ് ഗോഡ് പരിശുദ്ധ ആത്മാവിനെ പോലെ ഒരു വ്യക്തി ആമേൻ പ്രൈസ് ഗോഡ് യേശു ക്രിസ്തുവിനെ പോലെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സഭയാണ്. ആമേൻ. ദൈവത്തിൻ്റെ സഭ ആമേൻ സ്നേഹമുള്ള സഭയായിരിക്കണം. ആമേൻ പ്രൈസ് ഗോഡ്. സ്നേഹിക്കുന്ന എല്ലാവരും അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും, എൻ്റെ ദൈവം മുൻകോപി അല്ല, എൻ്റെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, അവൻ സ്നേഹസമ്പന്നനാണ്, അവൻ സൗഖ്യദായകനാണ്, അവൻ ആശ്വാസപ്രദനാണ്, അവൻ എൻ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആമേൻ പ്രൈസ് ഗോഡ് എന്ന് പറയുവാൻ ഇടവരട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ദൈവം മുൻകോപി അല്ല എന്ന് തെളിയിക്കാൻ ഒരു വാക്യം കൂടെ വായിക്കാം. ആമേൻ. നമ്പേഴ്സ് chapter 11 verse 29. Numbers chapter 11 verse 29. പ്രൈസ് ലോർഡ്. ഈ മോശെ രണ്ട് പേര് മരുമലയിൽ വന്ന് ആമേൻ പ്രൈസ് ഗോഡ് ഈ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാനിടയായി. ആമേൻ പ്രൈസ് ഗോഡ്. അവസരം എടുക്കട്ടെ. ആമേൻ പ്രൈസ് ഗോഡ്. ബ്രദർ സീരിയ പാടിയ പാട്ട് എനിക്ക് ഇനി ഭയമേ എൻ തുൻപ നേരത്തില്ലേ യേശുവെ എന്നോട് ഇരുപ്പാർ എന്നുള്ള പാട്ട് എൻ്റെ സ്പിരിച്വൽ മദർ സാറോജ എഴുതിയ പാട്ടാണ്. പ്രൈസ് ഗോഡ്. അത് പാടിയപ്പോൾ ആമേൻ പ്രൈസ് ഗോഡ് എൻ്റെ ഉള്ളം ആമേൻ പ്രൈസ് ഗോഡ് ആമേൻ പ്രൈസ് ഗോഡ് ഒന്ന് ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ തന്ന ആ നല്ല ഗാനത്തിനായി നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ മോശയുടെ ഉള്ളിൽ നിന്ന് എടുത്ത് ആമേൻ 70 പേരിന്മേലിട്ടു. ഒരു കാര്യം, മോശയും എലിയാവും എന്തിനാ ദൈവത്തോട് വന്ന് സംസാരിച്ച് എനിക്ക് ദൈവം തന്ന വെളിപാട് ഒന്ന്, മോശെ ഇറ്റ് ഈസ് ടു മച്ച് ഫോർ മീ എന്ന് പറഞ്ഞു. അവൻ വാക്കുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞ് ഇറ്റ് ഈസ് ടു മച്ച് ഫോർ മീ എന്ന് പറഞ്ഞു. ആമേൻ പ്രൈസ് ഗോഡ്. എലിയാവ് ഒരു വാക്ക് പറഞ്ഞു. ആമേൻ പ്രൈസ് ഗോഡ്. ഇറ്റ് ഈസ് sufficient, it is enough Lord, it is enough എന്ന് പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു ഇത് രണ്ടും പറഞ്ഞില്ല, ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞു. ആമേൻ പ്രൈസ് ഗോഡ്. കാൽവരി ക്രൂശിൽ വെച്ച് ആമേൻ പ്രൈസ് ഗോഡ് എല്ലാം നിവൃത്തിയായി, എല്ലാം നിവർത്തിച്ചു എന്ന് പറയുവാനിടയായി. അതുകൊണ്ടാണ് മോശയും എലിയാവും ആമേൻ ദൈവത്തോട് യേശു ക്രിസ്തുവിനോട് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ സംസാരിക്കുവാനിടയായി. ആ മോശയുടെ ഉള്ളിലിരുന്ന് ആത്മാവിനെ എടുത്ത് 70 പേരുമേലിട്ടപ്പോൾ മോശയ്ക്ക് ചിലപ്പോൾ അസൂയ ഉണ്ടായോ എന്നുള്ള കാരണം എന്നുള്ള ചോദ്യം, എന്നുള്ള സംശയം യോശുവയ്ക്ക് ഉണ്ടായിരുന്നു. യോശുവ എന്ന് പറഞ്ഞു, മോശെ നീ മനസ്സ് വിചാരിച്ചാൽ ആമേൻ പ്രൈസ് ഗോഡ് 2 പേർ പാളയത്തിനുള്ളിൽ വന്നില്ല, അവർ വീട്ടിൽ തന്നെ ഇരുന്ന് ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നു, അവരെ നിർത്താൻ പറ, അവരെ സൈലൻ്റായിട്ടിരിക്കാൻ പറ എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഒരു വാക്ക് ആത്മാവിൽ മോശെ പറഞ്ഞു. ആമേൻ പ്രൈസ് ഗോഡ്. ഈ ഇരിക്കുന്ന 70 പേർ മാത്രമല്ല, ഇസ്രായേലിലുള്ള 30 ഹല്ലേലൂയ പ്രൈസ് ഗോഡ് 30 മില്യൺ പീപ്പിളും ആമേൻ പ്രൈസ് ഗോഡ് പ്രവാചകൻ എന്നാൽ കൊല്ലാമായിരുന്നു എന്ന് പറഞ്ഞു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു ആ വാക്കുകൾ. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവം യോവേൽ മുഖാന്തരം പറഞ്ഞു, ആമേൻ സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിൽ ഞാൻ പകരും. ആമേൻ പ്രൈസ് ഗോഡ്. ഞാനൊരു മുൻകോപി അല്ല, ഞാനൊരു സ്നേഹവാനാണ് എന്ന് ആമേൻ ഞാൻ നല്ലവനാണ്. ആമേൻ ദൈവം നല്ലവൻ എന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ആമേൻ പ്രൈസ് ഗോഡ്. അപ്പത്തെ തൊടുമ്പോൾ ആമേൻ പ്രൈസ് ഗോഡ് ആമേൻ വീഞ്ഞ എടുക്കുമ്പോൾ ആമേൻ പ്രൈസ് ഗോഡ് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവൻ ശരണം പ്രാപിച്ചവരൊക്കെയും ഭാഗ്യവാന്മാർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവനെ രുചിച്ചവർക്ക് മാത്രം അറിയാം അവൻ മുൻകോപി അല്ല. ദേഷ്യം വന്നാൽ അവൻ ദേഷ്യപ്പെടും, പക്ഷെ നല്ലത് ചെയ്താൽ അവൻ അതുപോലെ സ്നേഹിക്കും എന്ന് തിരിച്ചറിയുവാൻ ഇടയാകണം. എല്ലാ ദൈവമക്കളും അത് അറിഞ്ഞിരിക്കണം. ആമേൻ പ്രൈസ് ഗോഡ്. സങ്കീർത്തനം
ആമേൻ പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആമേൻ 42:1. ആമേൻ പ്രൈസ് ഗോഡ്. മാൻ നീർ തോടിനായി ദാഹിച്ച് കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിച്ച് കാംക്ഷിക്കുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്രമാത്രം ദാഹമുള്ളവരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ മതി. വന്നവരെല്ലാവരും ദാഹമുള്ളവരാണ് എന്ന് തിരിച്ചറിയണം. ആമേൻ പ്രൈസ് ഗോഡ്. വന്നവർ യാരും ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വെറുതെ മടങ്ങി പോകുകയില്ല. ഒരു ആത്മ പ്രാപിച്ചു തന്നെ മടങ്ങി പോകും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവനെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. തല എന്ന് പറഞ്ഞാൽ ചിന്തയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആദ്യം രൂപാന്തരം വരുത്തണം. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം ആമേൻ ആദ്യം ചിന്തയിലേക്കാണ് വരുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുകയാണ്. The way of thinking changes. ക്രിസ്തുവിൽ യേശുവിൽ ഇരുന്ന ചിന്ത തന്നെ നമ്മിൽ ഉണ്ടാകുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. അവർ തിങ്കിങ് ഈസ് ബിക്കമിങ് ഡിഫറൻറ്റ് ഡേ ബൈ ഡേ. മെച്യൂർ ആയിക്കൊണ്ട് വരുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭക്തൻ പറയുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓട്ടോമാറ്റിക്കായിട്ട് ആമേൻ പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഗണ്ണിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എന്തോ ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ആമേൻ ടാങ്ക് ഫുള്ളാകുമ്പോൾ ആ ഗണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. പക്ഷേ ഹല്ലേലൂയ നമ്മുടെ സ്വർഗത്തിലുള്ള ഗണ്ണിൽ ആമേൻ പ്രൈസ് ഗോഡ് ആ സിസ്റ്റം ഇല്ല. പാനപാത്രം നിറഞ്ഞ് കവിയുന്നവരെ അവൻ മതി കർത്താവേ മതി എന്ന് പറയുന്നവരെ സന്തോഷത്താലും സമാധാനത്താലും നീതിയിനാലും വിശുദ്ധിയിനാലും സ്നേഹത്തിനാലും നമ്മെ നിറച്ച് ആമേൻ പ്രൈസ് ഗോഡ് രക്ഷയുടെ സന്തോഷം തികെ നൽകി മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവ് കൊണ്ട് നമ്മെ താങ്ങുമാറാക്കുന്നു. ഹല്ലേലൂയ. Praise the Lord. Glory be to God's holy name. Amen. Praise God. Hallelujah. 2 Corinthians 3-ാം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിടുതലയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ, വിടുതലയോടെ കർത്താവിനെ ആരാധിക്കാൻ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ സ്വർഗം നമുക്ക് വേണ്ടി മനോത്തരവും നൽകുമാർ ആമേൻ പ്രൈസ് ഗോഡ് തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഷെഫീൽഡിൽ ആമേൻ പ്രൈസ് ഗോഡ് ഒരു ചർച്ചിന് ആഫ്രിക്കൻ ചർച്ചിന് പ്രസംഗിക്കാൻ പോകാൻ ഇടയായി. ആമേൻ പ്രൈസ് ഗോഡ്. പോയപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന മുൻപ് കടസി പാട്ടിന് അവസാന പാട്ടിന് ആമേൻ പ്രൈസ് ഗോഡ് പാസ്റ്റർ വൈഫും ഡാൻസ് ചെയ്തു. പിന്നെ ബിലീവേഴ്സ് എല്ലാവരും കൂടി വന്ന് എല്ലാവരും ഡാൻസ് ചെയ്ത് വർഷിപ്പ് ചെയ്യുക. എല്ലാം ഡാൻസ് ചെയ്ത് വർഷിപ്പ് ചെയ്ത് തെറ്റുകൊണ്ട് അല്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ആമേൻ പ്രൈസ് ഗോഡ്. എൻ്റെ ആത്മീക മാതാവ് സഭയിൽ ഡാൻസ് ചെയ്യാൻ പാടില്ല എന്ന് ആമേൻ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ മാന്യമായിട്ട് നിന്ന് കൈകൊട്ടി ദൈവത്തെ ആരാധിക്കും. അതൊക്കെ കാലാടുന്ന പ്രശ്നമേ അല്ല. ആമേൻ അങ്ങനെയുള്ള സമയത്ത് ഡാൻസ് ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പോട്ടെ, അവരെങ്ങനെ ആരാധിക്കട്ടെ, വിടുതലയോട് ദൈവത്തെ ആരാധിച്ചാൽ മതി. മെസ്സേജ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ ഇതുപോലെയാണോ ഡാൻസ് കളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആരും ഡാൻസ് കളിച്ചിട്ടില്ല അവരുടെ പ്രാർത്ഥന മുറിയിൽ വ്യക്തമായി വെച്ച്. പക്ഷേ എവിടുന്ന പഠിച്ച് ആമേൻ ആഫ്രിക്കയിൽ നിന്ന് പഠിച്ചു ഡാൻസ് ചെയ്യാൻ. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് പഠിക്കാതെ ദൈവം പഠിപ്പിക്കാത്ത ഒരു വിഷയവും ഈ പുൽപിറ്റിൽ വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറയുന്നുവെങ്കിൽ ആമേൻ വാക്യം പറയുന്നുവെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രസംഗിക്കണമെങ്കിൽ എല്ലാം ദൈവം പഠിപ്പിച്ചു തരുന്നു. Amen. Praise God. Learn of me, for I am meek and lowly in heart. യേശു ക്രിസ്തു തന്നെ പഠിച്ചത് ആമേൻ പ്രൈസ് ഗോഡ് പിതാവിൻ്റെ അടുത്ത് നിന്നാണ്. ആമേൻ അതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധ ആത്മാവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 84 അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. നേരായി നടപ്പവനുക്ക് ഒരു നന്മയും കുറവുപടുകയില്ല. ദൈവത്തിൻ്റെ വചനം ആമേൻ പ്രൈസ് ഗോഡ് എപ്പോൾ വിശ്വാസികൾ നന്മ ചെയ്യുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. ആമേൻ പ്രൈസ് ഗോഡ്. നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും കുറവ് വരാത്തക്കവണ്ണം ആമേൻ അവരെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നു.
ആമേൻ. ദൈവത്തിൻ്റെ വചനം ജീവനും ആത്മാവാകുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആത്മാവാകുന്നതുകൊണ്ട് ആമേൻ. പ്രൈസ് ഗോഡ്. അത് നേരായി നടപ്പവർക്ക് വേണ്ടി ആമേൻ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നുണ്ട് നന്മ ചെയ്യുവാൻ വേണ്ടി. ആമേൻ. പ്രൈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ പോകുന്നു. ആരാണ് വെള്ളക്കുതിരമേൽ? യേശു ക്രിസ്തുവാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. വെള്ളക്കുതിരയിന്മേൽ രാജാവുമായിട്ട് കർത്താവുമായിട്ട് അർമഗദോൻ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഈ പുറയിലെ പിൻചെല്ലുന്നവർ ആരാണ്? ഇവരെല്ലാവരും വെൺകുതിരയിലിരിക്കുന്ന സൈന്യമാണ്. ആരാണ് ഈ കൂട്ടം? ആരെങ്കിലും പറയാമോ? അവനെ അനുഗമിക്കുന്ന ഒരു കൂട്ടർ ആരാണ്? അവരെല്ലാവരും വെൺവസ്ത്രം ധരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിൻ്റെ സഭയാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. വെൺകുതിരമേൽ കയറി വരുന്നവരാരാണ്? അങ്ങനെയാണെങ്കിൽ ദൈവസഭയാണെങ്കിൽ ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ ഇന്നലെ പാടിയ പാട്ട് ആമേൻ. പ്രൈസ് ഗോഡ്. അത് തെറ്റാണ്. അത് എഴുതിയ ദേവദാസൻ തെറ്റായിട്ട് പാടി. ആമേൻ. പ്രൈസ് ഗോഡ്. ബൈബിൾ വചനത്തിന് പ്രകാരം അത് തെറ്റാണ്. ആമേൻ. അവൻ രാജാവായി വാണിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പഴന്തുയരം. അറിയാതെ നമ്മളും കൂടെ ചേർന്ന് പാടാൻ. അവൻ രാജാവായിട്ടല്ല വെളിപ്പെടാൻ പോകുന്നത്, അവൻ മണവാളനായിട്ടാണ് വെളിപ്പെടാൻ പോകുന്നത്. അവൻ മണവാളനായിട്ട് വെളിപ്പെടുമ്പോഴാണ് ഞാൻ ഉയർത്ത് പറക്കും, അവനെ മധ്യാകാശത്തിൽ വെച്ച് കണ്ടെത്തും. ആമേൻ. അവൻ രാജാവായി വരുമ്പോൾ ഞാൻ അവനെ അനുഗമിച്ചുകൊണ്ട് ഭൂമിയിൽ വരും അവൻ്റെ കൂടെ. അതുകൊണ്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നവർ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒലിവമലയിൽ കാൽച്ചോട്ടുവാൻ വേണ്ടി അവനെ ആമേൻ പ്രദർശിച്ച് നിൽക്കുന്ന ഒരു കൂട്ടരല്ല, മറിച്ച് അവൻ പ്രൈസ് ഗോഡ് രഹസ്യ വരവിൽ അവൻ്റെ കൂടെ എടുക്കപ്പെടുവാൻ മധ്യാകാശത്തിൽ അവനെ മുഖമായി ദർശിക്കുവാനുള്ള പ്രത്യാശ നിറഞ്ഞവരാണ് നിങ്ങൾ ഞാനും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. പ്രൈസ് ഗോഡ്. 2000 ആമേൻ. പ്രൈസ് ഗോഡ് 2100 ഇയേഴ്സ് ആയിട്ട് ആമേൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവസഭ. യേശു ക്രിസ്തു വേഗം വരുന്നു. എന്തുകൊണ്ട് എല്ലാം ഇതുവരെ വന്നില്ല? ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതുവരെ ദൈവസഭ ആമേൻ ദൈവഹിതത്തിൽ തികഞ്ഞവരും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി അവർ വന്നില്ല. അതുകൊണ്ട് കർത്താവ് വന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു. എല്ലാ തലമുറകളിലും ദൈവം ആമേൻ. പ്രൈസ് ഗോഡ് ശേഷിപ്പുള്ളവരെ ഒരുക്കി. ആമേൻ. ഈ തലമുറയിലും ശേഷിപ്പുള്ളവരെ ഒരുക്കും. ആമേൻ. അവൻ വരുവാൻ താമസിച്ചാൽ അവൻ വരുവാൻ താമസിക്കുകയില്ല. അവൻ തീർച്ചയായും വരും. അവൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരുവൻ പിൻവാങ്ങി പോയെങ്കിൽ എൻ്റെ ഉള്ളം അവനോട് പ്രസാദം തോന്നുകയില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ആമേൻ. പ്രൈസ് ഗോഡ് ദൈവസന്നിധിയിൽ ആമേൻ സമർപ്പണം എവിടെ ഉണ്ട്? ദൈവസന്നിധിയിൽ സർവീസ് അറ്റൻഡ് ചെയ്യുന്ന വിഷയത്തിൽ ആമേൻ വിട്ടുവീഴ്ച ഉണ്ടോ? ആമേൻ. പ്രൈസ് ഗോഡ്. വീട്ടിൽ ചുമ്മാ കൊത്തിയിരിക്കുന്നു, മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്നു. ആമേൻ. അല്ല. ആമേൻ. ഇവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കും. ആമേൻ. ദൈവസന്നിധിയിൽ ആമേൻ വരവിൽ കാണപ്പെടണമെങ്കിൽ ഇവിടെ വരണം. ആമേൻ. ആരാധനയ്ക്ക് വരണം. എല്ലാ ആഴ്ചയും എല്ലാ സൺഡേയും ആമേൻ. പ്രൈസ് ഖത്തർ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി അവിടെ കീബോർഡ് ഉണ്ടായിരുന്നു പത്മോസിൽ. ആമേൻ. ഒരു പാട്ടുണ്ടായിരുന്നു. ആമേൻ. വർഷിപ്പ് ലീഡർ ഉണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു മൈക്കില്ല, ഒരു സ്പീക്കറില്ല, ഒന്നുമില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഇല്ലാതെ ആത്മവിശ്വാസനായി മാറുവാൻ കാരണം ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മാറിൽ ചാർന്ന് കിടക്കുന്ന ഒരു സ്നേഹ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയായി. ആമേൻ. പ്രൈസ് ഗോഡ്. ലവിങ് ഡിസൈബിളായിട്ട് മാറുവാൻ ദൈവം സഹായിക്കട്ടെ. അവൻ്റെ വരവിനായി ഒരുക്കട്ടെ. അവൻ്റെ പ്രവൃത്തികൾ ഇത്രയേ ഉള്ളൂ? ഇല്ല. അവൻ്റെ പ്രവൃത്തികൾ ആമേൻ ഒരു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്താ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് ദൈവം ഇത്രേ പ്രവൃത്തികളേ ഉള്ളൂ? ഇല്ല. ദൈവം ഈ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ മുൻകോപി അല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ സ്നേഹ സമ്പൂർണ്ണനാണ് എന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് കുറച്ച് നേരം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Thank you, Father. Thank you, Holy Spirit. Hallelujah. Oh,
എല്ലാ നാവുകളും ആമേൻ കട്ടുകൾ അഴിയട്ടെ. എല്ലാവരും അന്യഭാഷയിൽ കുറച്ചേറെ പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഓ രശന്തനാദികൾ കബൗരമനാദിയാരാല ശാലവാ. Amen. Thank you, Jesus. Thank you, Father. Thank you, Holy Spirit. Amen. Praise the Lord. Amen. Praise God. മുമ്പോട്ട് കടന്നു വന്നാട്ടെ സഹോദരന്മാർ. ഹല്ലേലൂയ. സ്തോത്രകാഴ്ച എടുക്കുന്ന സമയമാണ്. അമേൻ. പ്രൈസ് ഗോഡ്. ഒരു ഗാനം പാടുമ്പോൾ അമേൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാം. അമേൻ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ കൈകളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ അവൻ നമ്മെ അനുഗ്രഹിച്ച അമേൻ വിധകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാനുള്ള സമയമാണ്. അമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് വേണ്ടി കൊടുക്കാം, ബെസ്റ്റ് കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ. എൻ മനം പുതുകി മാറിടുന്നേ നിത്യം, എൻ മനം പുതുകി മാറിടുന്നേ നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം
വന്നിടുന്നേ. ഞാനിന്നു മോദമായി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ആമേൻ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ആമേൻ. പ്രൈസ് ഗോഡ്. സൺലാൻഡ് ന്യൂ ലൈഫ് ചർച്ച് അവരുടെ VBS അതിനായിട്ട് ലിങ്ക് അയക്കാം. ആമേൻ. പ്രൈസ് രജിസ്റ്റർ ചെയ്യാത്തവർ, ആമേൻ. പ്രൈസ് ഗോഡ്. പാരൻസ് പ്ലീസ് രജിസ്റ്റർ ആൻഡ് സപ്പോർട്ട് ദം ആസ് ദേ ഗേവ് സപ്പോർട്ട് ടു us. ലെറ്റ്സ് ബി എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ടു ദം ഇൻ ദി കമ്മിങ് ഡേയ്സ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നൽകിയ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഓരോരുത്തരും മടങ്ങിപ്പോകാതെ വണ്ണം ഹല്ലേലൂയ അങ്ങയുടെ ആണെങ്കിൽ മുറിവേറ്റ കരം തൊട്ട് അവരുടെ ശിരസിന്മേൽ അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തക്കൊട്ടകളെ മറച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ ആഴ്ച മുഴുവനും അവരുടെ ജോലിയിൽ, ആമേൻ, അവരുടെ ഗമനത്തിൽ, അവരുടെ ആഗമനത്തിൽ, അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ, അവരുടെ ആരോഗ്യത്തിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, പിള്ളേരുടെ ഹല്ലേലൂയ പഠനത്തിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ദൈവത്തിന് നല്ല ദയവുള്ള കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ ആഴ്ച മുഴുവനും ദൂതന്മാരെ കൊണ്ട് അവരെ പാതുകാത്ത് സൂക്ഷിക്കണമേ. ഇപ്പോഴും യാത്രയിൽ മടങ്ങിപ്പോകുന്നവർ, ആമേൻ, സന്തോഷത്തോട് മടങ്ങിപ്പോകട്ടെ. ആമേൻ. പ്രാർത്ഥനക്കൊട്ടകളെ അവരുടെ വാഹനങ്ങളെ മറച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സന്തോഷത്തോട് മടങ്ങി ചെല്ലുവാൻ ഇടയാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. നല്ല സർവീസ് കൃത്യമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. അടുത്ത ആഴ്ച കൺവെൻഷൻ ഉണ്ട് കർത്താവേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ തികഞ്ഞ ഹിതം, ആമേൻ, പ്രൈസ് ഗോഡ്, ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണപ്പെടുവാൻ, ആമേൻ, പ്രൈസ് ഗോഡ്, ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ആത്മാവും ദേഹത്തെയും അങ്ങയുടെ ആണികൾ പാഞ്ഞ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ പെരിയാത്ത സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ വരവിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം യാവും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ അന്യോന്യ കൂട്ടായ്മയും, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സകല നമ്മളോടും, സകല ദൈവദാസന്മാരോടും, സകല വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. God bless you. God be with you.